എല്ലാവരും ചേർന്ന് ഉയർത്തി ദൈവപുത്ര ആരാധന യേശുനാഥ അങ്ങേക്ക് ആരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. കരങ്ങൾ വീശി ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. എല്ലാവരും പാടാം. ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ആവശ്യമായ വചനങ്ങള് അച്ഛനിലൂടെ പ്രദാനം ചെയ്യുവാൻ ഈശോയെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിന്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപാടാം. ഹല്ലേലൂയ. ആരാധന ആരാധന. സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന. ശ്രമേർത്തി എല്ലാവരും ചേർന്ന് സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ എന്റെ സൗഖ്യമവൻ എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. കരങ്ങൾ വീശി ഒന്ന് ചേർന്ന് പാടാം. ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ എൻ കണ്ണുനീർ തുളുമ്പുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുളുമ്പുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ
യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സിൽ നിന്നുകവൻ ഹൃദയത്തിനാദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സിൽ നിന്നുകവൻ ഹൃദയത്തിനാദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ യേശുവേ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സിൽ നിന്നുകവൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്ന മാതൃകാ സാക്ഷ്യം അഞ്ജന ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ്. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്നിധിയിൽ യുവജനത്തിന്റെ കണ്ണീര് തുടയ്ക്കുവാൻ പ്രാർത്ഥന നൽകിയ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. അഞ്ജന ഡേവിഡിൻ്റെ സാക്ഷ്യം. അവർ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരാണ്, പക്ഷെ അവർ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ഇവരുടെ വിഷയമെന്ന് കേട്ട് ഇവർ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ പ്രഗ്നൻ്റ് ആകണത്. ആ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം, അതിൽ യൂട്യൂബിലുണ്ടത്. അപ്പോൾ 4 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. പക്ഷേ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞ് ഡൗൺ സിൻഡ്രോമാണ്, പോസിറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദബുദ്ധി, പല അംഗവൈകല്യങ്ങളുള്ള കൊച്ചാണ്. ഇത് ഡോക്ടർമാർ 2 ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവരെ വിളിപ്പിച്ചിട്ട് ഡോക്ടർ പറയും ഇതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബോർഷൻ നടത്താൻ പറയും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് കുരിശായിരിക്കും. പക്ഷേ ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടറെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നത് അറിയാമോ? എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അവനാണ് ഈ കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെപ്പോലെ ഈ കുഞ്ഞും അംഗവൈകല്യം ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് കൈയടിച്ച് കർത്താനുസ്തുതികൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. നിങ്ങൾക്ക് ഈ സ്റ്റേജ്
സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് എന്ത് തോന്നണ്? അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, വേറെ ഇല്ലേ? അവരെ അവിടെ മാതാപിതാക്കന്മാർ പൊന്നുപോലെ സൂക്ഷിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച എത്രയോ മക്കൾ ഇവിടെ വരണത്. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരെ ദൈവം എന്തുമാത്രം വിശ്വസിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കും അവിടെ നിത്യത ഏറ്റവും കൂടുതൽ ഉറപ്പ് വരുന്നത്. ക്രിസ്ത്യാനിയെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ലഭിക്കാവുന്ന വിശ്വാസത്തിനെക്കുറിച്ച് ആന്തരികമായ അഭിഷേകജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകും, നമുക്ക് ദൈവത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിത്യതയാണ്. നിത്യതയേക്കാൾ കുറഞ്ഞ് ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. കാര്യം എന്താണ്? ഈ വെള്ളം കുടിക്കണതിനൊക്കെ ഇനിയും ദാഹിക്കും. കർത്താവ് 5 ഭർത്താക്കന്മാരുണ്ടായ സ്ത്രീയോട് പറഞ്ഞില്ലേ, 4:13 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അപ്പോഴേ ഈ ലോകത്തിൻ്റെ ശരീര സംബന്ധമായ വീട്, ജോലി, വിവാഹം, മക്കൾ, അതുപോലെ തന്നെയുള്ള ശരീരത്തോട് ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും വീണ്ടും നമുക്ക് കിട്ടാത്ത പോലെ തോന്നുമെന്നാണ് ഈശോ പറയണത്. കിട്ടിയാലും കിട്ടാത്ത പോലെ തോന്നും. അപ്പം കിട്ടിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിം ഇല്ല. അത് വിശ്വാസിയാണ് മനസ്സിൽ. പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഷീജ ഇങ്ങനെ ഒരു, അല്ല ഈ അഞ്ജന ഡേവിഡ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അതുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്നതും അംഗവൈകല്യമില്ലാത്തതായിരിക്കും. ഞങ്ങൾ സൃഷ്ടിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമാണ്. വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ്. നമ്മൾ വിശ്വാസത്തെ വളരണത് എങ്ങനെയാണ്? ഇവരെന്താ ചെയ്തിരിക്കണത്? ഇവരുടെ സ്കാൻ ചെയ്തപ്പോൾ ഈ കുഞ്ഞിന് പല അവയവങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, തലതിരിയത്തില്ല, പല പ്രശ്നങ്ങളാണ് ഈ അതിൻ്റെ കിടക്കുടക്ക് ഓരോ സ്കാനിങ്ങിനും വരണത്. അപ്പോഴൊക്കെ ഇവരിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തെക്കുറിച്ച് സെൻറ്റ് പോള് ഏറ്റവും കൂടുതൽ വിശ്വാസത്തെ കൈകാര്യം ചെയ്ത ഒരു അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ. 4:20 റോമാലേഖനം 4:20 ഏറ്റു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. അപ്പൊ കേവല വിശ്വാസം നമുക്ക് കിട്ടും, പക്ഷെ നമ്മളെന്ത് ചെയ്യണം? വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമുക്ക് കേവല വിശ്വാസമാണ് കിട്ടുന്നത്, അല്ലേ? മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടും, വേദപാഠ ക്ലാസ്സിൽ നിന്ന് പകർന്നു കിട്ടും, ബൈബിൾ പഠനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പകർന്നു കിട്ടും. ഇതെല്ലാം നമുക്ക് കിട്ടുന്നതും, പക്ഷേ ഈ വിശ്വാസത്തെ നമ്മൾ, ഈ കേവല വിശ്വാസത്തെ പവേഡായിട്ടുള്ള ഫെയ്ത്താക്കി കൺവേർട്ട് ചെയ്യണം. ശക്തി പ്രാപിച്ച വിശ്വാസം, അത് നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നും ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത ഫെയ്ത്ത് അല്ല. പണ്ടെങ്ങോ വേദപാഠ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ട് അതുപോലെ കൊണ്ടുനടക്കുകയാണ്. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ല. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ദൈവം മഹത്വപ്പെടുത്തുള്ളൂ. ഇപ്പോൾ അഞ്ജന ഡേവിഡ് എന്താ ചെയ്തിരിക്കണത്? ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിൽ ഇട്ടുകൊണ്ട് അവൾ പറയണത് എന്താണ്? എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കണത്? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത് നിൻ്റെ സഹനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നേറ്റ് പറഞ്ഞ്, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് എന്റെ സഹനത്തില് ദൈവത്തെ ദൈവ തിരുമനസ് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നതിലൂടെയാണ്. അങ്ങനെ എന്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന ഇന്നത്തെ ദുരിതങ്ങളെ ദൈവനാമത്തിലെ ഏറ്റെടുത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ബൈബിൾ പഠിക്കുകയാണ്.
പക്ഷേ ബൈബിൾ പഠിക്കണത് എന്തിനാണ്? നമുക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയാണോ? ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ജീവിതത്തോട് ചേർത്ത് വെച്ച് പഠിക്കുക. ഈ ജീവിതത്തിലൂടെ ഏത് വചനമാണ് കർത്താവ് എന്നോട് പറയണത്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ മുൾക്കീടവും കുരിശും തിരുവിരാവിലെ മുറിവും കർത്താവിൻ്റെ സഹനങ്ങളുടെ ഒരു ഷെയർ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ കുരിശിനെ കൃപയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വളരണത്. അത് അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തില് അന്നു വേണ്ട ആഹാരം പോലെ തന്നിട്ടുള്ള ദൈവഹിതമാകുന്ന അനുദിന ഭക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് നമ്മൾ വായിച്ച് കേട്ട വചനം ഏതാണ്? റോമൻ 4:20. എന്താ വചനം? ഏറ്റു പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവേൻ, ശക്തിപ്പെടുവേൻ. അപ്പോൾ എന്നെ പ്രോബ്ലം കഴിഞ്ഞാലേ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമുക്കെന്ത് സംഭവിക്കും? വിശ്വാസത്തെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു പോകും. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. കാര്യം നമ്മൾക്കുള്ള പ്രോബ്ലം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മളുടെ ഫെയ്ത്ത് ക്രൊണോളജിക്കൽ ഫെയ്ത്താണ്. സാധാരണ നമുക്ക് 18 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുണ്ടെങ്കിൽ 50 വയസ്സിൻ്റെ വിശ്വാസമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ 50 വയസ്സിൻ്റെ വിശ്വാസം കാണത്തില്ല. വിശ്വാസത്തെ വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ 50 വയസ്സുള്ള വിശ്വാസം കാണത്തില്ല. 50 വയസ്സ് ഉണ്ടാകാം, ചിലപ്പോൾ 30 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകും. അതെന്നുവെച്ചാൽ ക്രോണോളജിക്കൽ ഇയറിനേക്കാൾ താഴ്ന്നു വരും. എന്നുവെച്ചാൽ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. എപ്പോഴും വണ്ടി, ഈ ജീവിതമാകുന്ന വണ്ടി വിശ്വാസം വലിച്ചുകൊണ്ട് പോകണം. അതിന് വിശ്വാസം വയസ്സിനേക്കാൾ കൂടിയ വിശ്വാസം ഉണ്ടാകണം. ഇത് വലിയ പ്രശ്നമാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടി വരും. എന്തിന്? എങ്ങനെ മഹത്വപ്പെടുത്തണം? നമ്മൾക്ക് ദൈവഹിതപ്രകാരമുള്ള എന്തെങ്കിലും ഒരു ദുഃഖവും ദുരിതമോ അരിഷ്ടവും ജീവിതത്തിൻ്റെ ഭാഗമായാൽ അത് നമ്മൾ വിഴുങ്ങാതെ, മറിച്ച് ആ സമയത്ത് അത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിനോട് യോജിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലാതെ അതിന് കരഞ്ഞ് കൂവി ആപ്പടെ സങ്കടപ്പെട്ട് നടക്കരുത്. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനുള്ള ഒരു വകുപ്പാണത്. നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടിട്ട് ദൈവത്തിന് കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നോട്ട് ദ പോയിൻറ്റ്. ശ്രദ്ധിക്കുക, നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടുകൊണ്ട് നിനക്ക് ഒരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് എളുപ്പം നിൻ്റെ സങ്കടങ്ങളിൽ ഇടപെട്ടിട്ട് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സന്തോഷവും സങ്കടവും. ഇപ്പം നീ ഒരു സന്തോഷമായിട്ട് പോവുകയാണ്, ഒരു കുഴപ്പമില്ല വെച്ചാൽ ഭംഗിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒക്കെയാണ് വെച്ചാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ പറയും നീ പോക്കാണെന്ന് പറയും. എന്താ കാര്യം? ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. വിശ്വാസം വളർത്താൻ വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. നിനക്ക് ക്ലാസ് കയറ്റമില്ല. പണ്ടത്തെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഭക്ഷണം കിട്ടും, അത്യാവശ്യം ജോലിയുണ്ട്, അത്യാവശ്യം സന്തോഷമായിട്ടൊക്കെ അങ്ങനെ പോണ്. ഇതുകൊണ്ട് നിത്യതയ്ക്കൊരു പ്രയോജനമില്ല. നീ ചാകുന്നു, തീരുന്നു, എല്ലാം തീർന്നോ? യേശുക്രിസ്തുവിനെ നീ സ്വീകരിച്ചിട്ടും നിനക്ക് നിത്യതയ്ക്ക് വൃത്തിയും മെനയോടൊരു നിത്യത കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ മതിയോ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ പോരാ. അതെന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15:41 ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞ്, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. തേജസ് മാറ്റം കണ്ടില്ലേ? സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്. ഏറ്റു പറഞ്ഞേ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്. അപ്പൊ തേജസ്സാണ് പ്രോബ്ലം, മഹത്വമാണ് പ്രശ്നം. കണ്ടില്ലേ? ഇനി അടുത്ത വായിക്കുക.
സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറെ ഒന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ്. ദാറ്റ്സ് ദ പോയിന്റ്. എന്താണ് ഒന്ന് പറഞ്ഞേ? ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. മരിച്ചവരുടെ പുനരുത്ഥാനവും. മനസ്സിലായില്ലേ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും തേജസ് മാറ്റം ഉണ്ടെന്നർത്ഥം. നമ്മളൊക്കെ കർത്താവിൻ്റെ ഒരു കണക്ക് കൂട്ടല്ലേ. കർത്താവ് ഈ ചന്ദ്രനെ ഒന്നും കണക്കാക്കണില്ല. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഒത്ത് സൽപ്രവൃത്തിയൊക്കെ ചെയ്ത് ഇവരെ കേട് കൂടാതെയൊക്കെ പോകുന്ന ഈ സാധാരണ ഒരു പാസ് മാർക്കില്ലേ, അതൊന്നും കർത്താവ് ഈ ചന്ദ്രനെയൊക്കെ കൂട്ടുന്നത് സെൻറ്റ് പോളാണ്. കർത്താവിൻ്റെ കണക്കിൽ ചന്ദ്രനൊന്നും ഇല്ല. കർത്താവ് എന്താ പറയണത്? 13:43 യോഹന്നാൻ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 13:43 പറഞ്ഞോളൂ, ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. സൂര്യനെ പോലെ. അപ്പൊ ചന്ദ്രനും നക്ഷത്രമൊക്കെ പോയി, മൈൻഡ് ചെയ്യണില്ല. ഈ ബേസിക് കൃപയുള്ളവരെ ഒന്നും കർത്താവ് അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത കാരണം ഈ അയ്യോഭാവി ക്രിസ്ത്യാനികളൊന്നും ദൈവം കണക്കിലെടുക്കണില്ല. അത് സീരിയസ് വിഷയമാണ്. നിങ്ങൾ വിചാരിക്കരുത് എങ്ങനെയും തെമ്മാടിത്തരമായിട്ട് 5 ഭാര്യമാരെ 2 ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ 10 അബോർഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അടിവിളിച്ച് പൊളിച്ച് ജീവിക്കാം, അവസാനം ഒരു കുമ്പസാരം നടത്തി കുറേ മോങ്ങി തേങ്ങി അവസാനം ചത്ത് ചവിപ്പെട്ടി പോകാമെന്ന് വിചാരിച്ചാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ഈ ആൾക്കാർക്കെല്ലാം വന്നിരിക്കുന്ന അബദ്ധം അതാണ്. അവസാനത്തെ മാനസാന്തത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അതാകുമ്പോൾ എല്ലാം ഒക്കത്തില്ല. നിങ്ങൾ ഈ വചനങ്ങൾ കൂട്ടി വായിക്കണം. സെൻറ്റ് പോൾ പറയണത്, സെൻറ്റ് പോൾ സൂര്യൻ്റെ കൂടെ പിന്നെ ഈ ബേസിക് കോഴ്സുകാരെ എടുക്കുന്നുണ്ട്. A+കാരല്ല, സെൻറ്റ് പോൾ എക്കാരെ എടുക്കുന്നുണ്ട്, B+ ഒക്കെ എടുക്കുന്നുണ്ട്. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം, അത് B+ ആണ്. ആ കേസ് കണ്ട് കൃപയിൽ B+ ആണ്. അതൊക്കെ സെൻറ്റ് പോൾ എടുക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് എടുക്കണില്ല. എന്താ കാര്യം? അവൻ്റെ വിശുദ്ധരത്വം ചിന്തിയിരിക്കുന്നതാണ്. അവൻ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിങ്ങൾ 10 കാര്യം നമുക്കുണ്ടെന്ന് വിചാരിച്ച ജീവിതത്തിൽ 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം. ദാറ്റ്സ് മൈ പോയിൻറ്റ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് 10 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് വിചാരിച്ചോ, അച്ഛൻ പറയണത് നിങ്ങൾക്ക് ലാഭം 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണതാണ്. ഇപ്പോഴേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നടക്കാതെ വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അത് വിൽ ഓഫ് ഗോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? 10 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഭർത്താവിൻ്റെ ജോലി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, അങ്ങനെ പല കാര്യങ്ങൾ, നിങ്ങളുടെ രോഗം, 10 കാര്യങ്ങളുണ്ട്, വസ്തു വിൽപ്പന. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളെങ്കിലും, ഞാൻ 2 പറഞ്ഞാൽ നിങ്ങളെ പേടിച്ചിട്ട് പറയണതാണ്, നിങ്ങൾക്ക് അത്രയും വറച്ച പറക്കില്ല. അതുകൊണ്ടാണ് 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം. എന്താ കാര്യം? നമ്മുടെ ഇഷ്ടമല്ലല്ലോ അത്. കർത്താവിൻ്റെ കാര്യത്തിൽ ഇന്ന് ഈശോ മഹത്വരാജ്യനായി നിൽക്കണ എന്തുകൊണ്ടാണ്? അവൻ പ്രാർത്ഥിച്ച കാര്യം നടക്കാതിരുന്നത് കൊണ്ടല്ലേ. ഇന്ന് ഈശോ മഹത്വരാജ്യനായി നമ്മുടെ കൂടെ എഴുന്നള്ളിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ജനകോടികളും ജന്മാന്തരങ്ങളും അവൻ്റെ മുമ്പിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വാഴ്ത്തുന്ന കാര്യം എന്താണ്? അവൻ പ്രാർത്ഥിച്ചത് നടക്കാതിരുന്നിട്ടാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവനെന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ആ ഒരൊറ്റ വാക്കിലാണ് കർത്താവ് രക്ഷപ്പെട്ടത്. ദാറ്റ് മീൻസ് പലപ്പോഴും ഓർക്കണം, നിങ്ങൾ സന്തോഷിക്കേണ്ടത് കിട്ടിയ കാര്യത്തെ ഓർത്തല്ല, കിട്ടാത്ത കാര്യങ്ങൾക്ക് ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യം എന്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ട് നടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരില് എനിക്ക് നിരാശ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ വചനം എനിക്ക് പ്രത്യാശ നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു.
എന്റെ വിശ്വാസത്തില് റോമ 4:20 അനുസരിച്ചുകൊണ്ട് എന്നെ വിശ്വാസത്തില് ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിലെ ആഗ്രഹിച്ച കാര്യങ്ങള് നടക്കാതെ വരുമ്പോൾ അത് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അപ്പായുടെ ഹിതത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. നമ്മള് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റോമ 4:20 എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തില് ശക്തി പ്രാപിക്കുവിൻ. എന്താ കാര്യം അങ്ങനെ പറയാൻ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ പറയാൻ കാരണം എന്താണ്? ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഏത് പറഞ്ഞ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തില് ശക്തി പ്രാപിക്കുക. അല്ലേ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്നാണ് ലക്ഷ്യം. അല്ലേ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. നമ്മൾ എന്തിനാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം എന്തിനാണ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്താ കാര്യം? വിശ്വാസത്തിൽ എന്തിനാണ് ശക്തി പ്രാപിക്കുന്നത്? എന്തിനാണ് ശക്തി പ്രാപിക്കുന്നത്? വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. റോമ 4:16 എൻ്റെ ഉത്തരം കിടക്കുന്നത്. റോമൻ 4:16 എന്താ കാര്യം? എന്തിന്? ഇപ്പോൾ റോമ 4:20 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ. എന്തിനാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത്? ഉള്ള വിശ്വാസം കൊണ്ടിരുന്നാൽ പോരെ? മനസ്സിലായില്ലേ? പണ്ട് കേസക്കേസും പഠിക്കുന്ന കാലത്ത്, കുർബാന കേൾക്കലപ്പാടിൻ്റെ കാലത്തൊക്കെ കിട്ടിയ വിശ്വാസം കൊണ്ടിരുന്നാൽ പോരെ? എന്തിനാണ് ശക്തി പ്രാപിക്കണത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. മനസ്സിലായ? ചോദ്യം മനസ്സിലായില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിന് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം? എന്താ കാരണം? കാരണം റോമൻ 4:16 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. വാഗ്ദാനം നൽകപ്പെട്ടത്. വാഗ്ദാനം ഏറ്റു പറഞ്ഞേ. വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിടികിട്ടിയില്ലേ? ദൈവത്തിന് നമുക്ക് ലഭിക്കുന്ന സംഭവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കിട്ടണത് എന്താണ്? വാഗ്ദാനമാണ് കിട്ടണത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പാലായാലും റൊട്ടി ആയാലും എന്തൊക്കെ IELTS പാസ്സാകുന്നതായാലും വസ്തു വിൽക്കുന്നതായാലും മക്കൾ ജനിക്കുന്നതായാലും വിവാഹം നടക്കുന്നതായാലും കോടികളുടെ കടം റെമിറ്റ് ചെയ്യണം, നിത്യജീവനായാലും ഇതെല്ലാം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. അത് ആണ് ഇതിൻ്റെ ടെക്നിക്ക്. 8852 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. 1-2 അല്ല, 8800. ഇപ്പം നിങ്ങൾ 8852 വാഗ്ദാനങ്ങൾ. അതിൽ വീടുണ്ട്, ലാൻഡുണ്ട്, നമ്മുടെ PR ഉണ്ട്, എല്ലാ സംഭവത്തിനുണ്ട്. നിങ്ങൾ സ്ഥലം വിൽപ്പനയുണ്ട്, വിറ്റ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, ക്യാൻസറിൻ്റെ സൗഖ്യമുണ്ട്, കരളിൻ്റെ സൗഖ്യമുണ്ട്, ശരീരത്തിൻ്റെ എല്ലാ സൗഖ്യങ്ങളുണ്ട്, നിത്യത വരെയുണ്ട്. നിത്യത ഇല്ലായിരുന്നു. വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ നിത്യത ഇല്ലായിരുന്നു. നിത്യത കൂട്ടിച്ചേർത്തത് യേശുവാണ്. അതിനാണ് ഈശോ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞത്. 8852 വാഗ്ദാനം ഉണ്ടെങ്കിലും ഈ വാഗ്ദാനത്തിൻ്റെ കൂട്ടത്തിൽ നിത്യത വാഗ്ദാനം ചെയ്തിട്ടില്ലായിരുന്നു. നിത്യത വാഗ്ദാനം ചെയ്താൽ തന്നെയും, അതായത് നിത്യത വാഗ്ദാനം ചെയ്താൽ തന്നെയും അതൊരു ഒക്കൾട്ടായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ വാട്ടർമാർക്ക് പോലെ കിടക്കുകയാണ് നിത്യത. പഴയ നിയമത്തിൽ നിത്യതയുടെ കിടപ്പ് വശം എന്ന് പറയുന്നത് ഒരു വാട്ടർമാർക്ക് പോലെയാണ്. എന്താണ്? കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇപ്പം ക്രിസ്തുവിൻ്റെ ഒരു വാട്ടർമാർക്ക് അവിടെ ഉണ്ട്. ആ വാഗ്ദാനമാണത്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്ന വാഗ്ദാനമാണ്. പിന്നെ ദൈവം സർപ്പത്തെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവിടെ മാതാവും വാട്ടർമാർക്കാണ്. അവിടെ എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുന്ന രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന അത് വാഗ്ദാനമാണ്. അതിൽ നിത്യതയുണ്ട്. പക്ഷെ അത് വാട്ടർമാർക്കാണ്, സൈലൻ്റാണ്. അതിൻ്റെ അകത്ത് അത് ആക്ടിവേറ്റ് ചെയ്യണത് ഈശോയാണ്. പക്ഷേ ഈശോ ആക്ടിവേറ്റ് ചെയ്യണത്
എങ്ങനെയാണത് ഈശോ വാഗ്ദാനമാക്കി അത് ശരിക്കും പുറത്തേക്ക് കൊണ്ടുവന്ന് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? എല്ലാം ഇങ്ങനെ ഒരു ഇരുളായ്മ കിടന്നിട്ട് ഈശോ നിത്യത വെളിച്ചത്ത് കൊണ്ടുവരും. ഈശോ വെളിച്ചത്ത് കൊണ്ടുവരണം എങ്ങനെയാണ്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും അതുപോലല്ല ഈ അപ്പം എന്ന് പറയും. മനസ്സിലായി? അവിടെ വെച്ചാണ് ഈശോ വെളിച്ചത്ത് കൊണ്ടുവരണത്. നിത്യത വാഗ്ദാനത്തിൻ്റെ ഭാഗമാക്കുന്നത് അവിടെ വെച്ചാണ്. അതിന് പുതിയ ഉടമ്പടി വന്നത് അത് ഉടമ്പടിയാണ്. ഉടമ്പടിയല്ലാ ദൈവം ഒന്നും ചെയ്യത്തില്ല. എന്താണ് കാസ്റ്റ് ദ പോയിൻറ്റ്, നോട്ട് ദ പോയിൻറ്റ്. എന്താ പറയണത്? നിത്യതയാ ഈ പഴയ നിയമത്തിൽ വാട്ടർമാർക്ക് ജലരേഖ പോലെ കിടന്നിരുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വെളിച്ചത്ത് കോൺക്രീറ്റായിട്ട് കൊണ്ടുവരുന്ന ഈശോയാണ്. അതിന് ഈശോ എന്താ ചെയ്തത്? 6:27-30 വചിച്ചോ യോഹന്നാൻ്റെ സുവിശേഷം 6:27-28-29. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ പറഞ്ഞ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ചോദിക്കുമ്പോൾ ഇത്രയും പറയുമ്പോഴേ, അതായത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പറയുന്നില്ലേ? ഇത് പറയുമ്പോൾ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോയുടെ സദസ്സ് വളരെ വിജ്ഞാന ഉള്ള സദസ്സാണ്, അല്ലാതെ വായി നോക്കികളുടെ സദസ്സല്ല. കാര്യം എന്ന് വെച്ചാൽ അവരിവിടെ ചോദിക്കും വാട്ട് വി ഷുഡ് ഡു ടേസ്റ്റിംഗ് ഗുഡ് ദ വിൽ ഓഫ് ഗോഡ്. അവർ ചോദിക്കും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നത് ഈശോയുടെ ശ്രോതാക്കൾ വെച്ച് ഇടിപെട്ട ശ്രോതാക്കളാണ് ഈ കുർബാനയുടെ ഡിസ്കോഴ്സ് നടത്തുമ്പോൾ കർത്താവിനെ അഭിമുഖീകരിക്കുന്നത് നല്ല ക്ലാസ് ഓഡിയൻസാണ്. അവർ ചോദിക്കണ കണ്ടില്ലേ? അവരുടെ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ വെളുപ്പിനെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. കാര്യം അവർ ചോദിക്കണത് എന്താണ്? നിത്യതയെന്ന് പറയുമ്പോൾ ഉടനെ പറയും ദൈവഹിതം എന്നാണ് അവർ പറയണത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിത്യത എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ ഉടനെ തിരിച്ചറിയും, വിവേചിക്കും. അത് അവരുടെ ഡിസേൺമെൻറ്റ് ഭയങ്കരമാണ്. അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയാണെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് വിഷയം. അപ്പോഴെന്ത് ചെയ്യും? അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അവൻ അയച്ചവനിൽ വിശ്വസിക്കാനാണ് അത് പിന്നീട് പറയണത്. ഈശോ പറഞ്ഞ മറുപടി അതാണ്. പക്ഷെ അയച്ചവൻ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അത് അമ്മയാണ് പറയണത്. അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. 6:28 വായിച്ചോളൂ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശ്വാസിക്ക് ദൈവത്തോട് ചോദിക്കണ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. വാരിക്കെട്ടി ചോദ്യങ്ങളൊന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. നീ ഒരു വിശ്വാസിയാണോ? നിനക്ക് നിൻ്റെ ദൈവത്തോട് ചിലപ്പോൾ 10,000 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകാം. പക്ഷെ ദൈവം ഉത്തരം പറയുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, കാശ്മീർ. ഒരു വിശ്വാസി എന്ന നിലയിൽ ഇക്കാലങ്ങളിലെല്ലാം പലതരത്തിലുള്ള 100,000 സംശയങ്ങളുമായിട്ടാണ് നീ ജീവിക്കണത്. നിനക്ക് ദൈവത്തെ കാണുമ്പോൾ ഈ 100,000 സംശയങ്ങളും ചോദിക്കണം തോന്നും. പക്ഷെ ദൈവം കേൾക്കണ ഒരു സംശയമേ ഉള്ളൂ. എന്താ സംശയം? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ 27 തൊട്ടൊരു വചനം വായിച്ചു ഒന്നുകൂടി. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ. പറഞ്ഞോളൂ.
നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നിനു പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നുകൂടി പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ വെളിപ്പെടുത്തും പോലെ അങ്ങയുടെ നിത്യതയ്ക്ക് വേണ്ടി അങ്ങയോടൊപ്പമുള്ള നിത്യകാല ജീവിതം ആദിമസഭയെ പോലെ പൊന്നിനേക്കാളും പൊന്നുകട്ടയേക്കാളും വിലമതിക്കുന്ന ഒരു വിശ്വാസിയുടെ ആന്തരിക അഭിഷേക മനസ്സ് എനിക്ക് അവകാശമാക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക എല്ലാവരും. ചോദിച്ചു 28 വായിച്ചോളൂ. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ത് സംഭവം എന്നറിയാവോ? ഈശോ പറഞ്ഞു, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവേൻ എന്ന് പറഞ്ഞിട്ട് ഈശോ ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്നാണ്. മനസ്സിലായില്ലേ? നിത്യതയെന്ന് പറയുമ്പോൾ ആ നിത്യത ആര് വഴി ലഭിക്കണം, ആരിലൂടെ ലഭിക്കണം? ഇപ്പം എല്ലാ സത്യം, എല്ലാ ദൈവത്തിങ്കിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മറ്റുള്ളവരുടെ സഹിക്കാൻ നമുക്ക് കുഴപ്പമില്ല, അവർക്ക് അറിവില്ല എന്ന് പറയാം. പക്ഷേ എല്ലാ സത്യമാണ്, എല്ലാവരിലൂടെയും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ലിബറലിസ്റ്റുകൾ തിയോളജിയിൽ. യവന്മാരുടെ കാര്യം പോക്ക. കാര്യം എന്താ കാര്യം? കാലത്തിനൊപ്പം ജനങ്ങളുടെ കൈയടിച്ച് വാങ്ങിക്കാൻ വേണ്ടി അവർ കർത്താവിൻ്റെ വചനത്തിലും വെളിപാടിലും വെള്ളം ചേർത്തുകൊണ്ട് അവർ അപ്ഡേഷൻ ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? തങ്ങളുടെ ആത്മാവിനെ വിറ്റ് അപ്ഡേഷൻ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു തിരിച്ചറിവായിരിക്കണം. ശ്രുതിക്കട്ടെ. ഭാഷാവരത്തിന് ശ്രദ്ധിക്കട്ടെ. ഭാഷാവർ ലഭിക്കുന്നവര് ഭാഷാവർ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാ രോഗികളെയും അങ്ങ് കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ തിരുമുറിവാടുന്ന വലതുകരം, നിന്റെ തിരുമുറിവാടുന്ന വലതുകരം കർത്താവേ ഓരോ രോഗികളുടെ ശരീരത്തിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗികള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ.
ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സന്ദേശം എന്താണ്? അതായത് നിത്യത എന്ന് പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളുടെയും ക്വീൻ ഓഫ് ഓൾ പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയ വാഗ്ദാനം എന്താണ്? നിത്യതയാണ്. അത് ഈശോയാണ് വാഗ്ദാനങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തത്. ദാറ്റ്സ് അവർ പോയിന്റ്, ഇല്ലേ? എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജാവ്, രാജ്ഞി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. അതില്ലായിരുന്നു. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു. മോസസിൻ്റെ കാലം മുതലുള്ള എല്ലാ, എബ്രാഹത്തിൻ്റെ കാലം, നോഹിൻ്റെ കാലം, ആദത്തിൻ്റെ കാലം, എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ഈശോയിലേക്ക് എത്തുമ്പോഴേ ഈശോ, വാട്ട് വാസ് ദ എക്സാക്ട് റോൾ ഓഫ് ജീസസ്? എന്തായിരുന്നു എക്സാക്ട് റോൾ ഈശോൻ്റെ? ഈ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യത. പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നു നിത്യം ജീവിക്കും. ഒന്ന് പറഞ്ഞേ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം ദിവ്യകാരുണ്യം. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ഓ ദിവ്യകാരുണ്യമേ. അതായത് കവിളിലെ ഇങ്ങനെ ക്യാൻസർ പോലെ ഒരു കറുത്ത വട്ടച്ചൊറി ഇങ്ങനെ ആണി പോലെ ഇരിക്കണത്, ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടി ലൈവായിട്ട് ഓൺലൈനിലുള്ളവരും നിങ്ങളും തീർത്ഥാടന സഭയിലിരിക്കുന്നവരൊക്കെ കുറച്ചുകൂടി തിരിച്ചറിവോടുകൂടി ഇരിക്കണം. എന്ത് സംഭവിക്കാവുന്ന ആരാധനയാണ്. നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല, ഉറപ്പായിട്ടും. കർത്താവ് നിങ്ങളെ കണ്ണീരോടെ തിരിച്ചു വിടത്തില്ല. എന്താ കർത്താവിൻ്റെ വചനം? അവർ കണ്ണീരിലൂടെയാണ് വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു നയിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ സുഖപ്പെടുത്തട്ടെ. മക്കൾ രോഗമുള്ള ഇടത്തില്ല. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നടുവേദനയാണെങ്കിൽ നടുവിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് കിഡ്നിയുടെ അസുഖമാണെങ്കിൽ ഇപ്പം കിഡ്നിയുടെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് PCOD ആണ് അസുഖമെങ്കിൽ നിങ്ങളുടെ പൊക്കിളിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ ആണെങ്കിൽ പതിരയിൽ ശ്വാസകോശത്തെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഹൃദയരോഗികളും കരൾ രോഗികളും ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, കർത്താവ് സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. കർത്താവേ, നിന്റെ രക്തം കർത്താവേ, നിന്റെ രക്തം കർത്താവേ, അങ്ങയുടെ മക്കളുടെ രക്തത്തിൽ കർത്താവേ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്തം കർത്താവേ, ഈശോ അങ്ങയുടെ രക്തം കർത്താവേ, അങ്ങയുടെ രക്തം മക്കളുടെ രക്തത്തിൽ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ
36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസമത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഗണത്തിന്റെ സാക്ഷിയാകാൻ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ തീരാവേദികള് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? 8852 വാഗ്ദാനങ്ങൾ, 8552 വാഗ്ദാനങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത് മനുഷ്യരാശിക്ക്. അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ്, ദ ക്വീൻ ഓഫ് പ്രോമിസസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയമായ വാഗ്ദാനം മനുഷ്യരാശിക്ക് നൽകിയത് ഈശോയാണ്. ഈശോ എന്താ പറഞ്ഞത്? ഈശോ നൽകിയ വാഗ്ദാനം എന്താണ്? നിത്യത, നിത്യജീവൻ. അതാണ് വാഗ്ദാനം കൂട്ടിച്ചേർത്തത്. അതിനാണ് അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. കൈയിടിച്ച് കർത്താവിനെ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അപ്പോഴ് ഒന്ന് ചിന്തിച്ച് നോക്കി. ഈശോയുടെ സദസ്സിനെ പോലെ നിങ്ങളും പ്രബുദ്ധ സദസ്സാണെന്ന് ഞാൻ കരുതുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഈശോ നമ്മൾ സ്ഥാപിച്ചത് എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, ചെയ്തിട്ടില്ല. ഉടമ്പടിയിൽ എന്താ സംഭവം? നിന്നെ ദൈവം സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു. അല്ലാതെ പൊട്ടക്കടൻ്റെ മാവായിട്ട് എറിയണ പോലെ നിൻ്റെ പ്രാർത്ഥന കേൾക്കണ്ടെന്നല്ല. ഇറ്റ് മസ്റ്റ് ബി ഹേർഡ്. അത് കേട്ടേ മതിയാവൂ എന്ന് തീരുമാനിക്കുന്നതാരാണ്? നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവേ. അതിമനോഹരമായൊരു സന്ദേശമുണ്ട് ഇപ്പോൾ ഈശോ തന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്ന കർത്താവിൻ്റെ നടുക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒരു വാക്കും പറയത്തില്ല. കർത്താവ് എന്ത് കാണിക്കണതേ പറയത്തുള്ളൂ. ഇപ്പോൾ കർത്താവ് എന്താ കാണിച്ചതെന്നറിയാവോ? ഒരു ഹൃദയമാണ് കാണിച്ചത്. ചുമ്മാ ചുവന്ന് വരുന്ന ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഹൃദയത്തിന് എന്തോ തകരാറുള്ള ഹൃദയരോഗിയാണ്. ഹൃദയരോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഓൺലൈനായാലും നിങ്ങളായാലും ഹൃദയത്തെ വേദനയുള്ളവർ സ്തുതിച്ച്, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചു പോയവരൊക്കെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ച് സ്തുതിക്കട്ടെ. ബ്ലോക്കുള്ളവർ സ്തുതിക്കട്ടെ. വാൽവ് ശോഷിച്ചു പോയവർ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ രോഗമുള്ള ദൂരമുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയത്തിൽ രോഗമുള്ള കുഞ്ഞുങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. I command you, the name of Jesus Christ to be healed. I command you, the name
name of Jesus Christ to be healed. യേശുവേ സ്തോത്രം. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ കൂടെ ഈശോ തന്ന സന്ദേശമായിരുന്നു നമ്മുടെ നാഭിയില്ലേ, എന്താ ഇവിടെ ഇരിക്കണേ, കഴുത്തല്ലേ, കഴുത്തിൻ്റെ ഉള്ളിലുള്ള അന്നനാളം, അതുപോലെ തൊണ്ട, അത് തൈറോയിഡ് ആയാലും ടോൺസൈറ്റ് ആയാലും തൊണ്ടയിലെ ക്യാൻസർ ആയാലും ഈ ആരാധനയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, വലതുവശത്തെ വൃഷ്ണം വർക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ പിന്നെ ഉള്ളത് ഇടതുവശത്തെ വൃഷ്ണമാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടും, പക്ഷേ ബേൺ ഔട്ടായി പോകും, കത്തിപ്പോവും, എന്നുവെച്ചാൽ വറ്റിപ്പോവും. അതാണ് പ്രശ്നം. ഈ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ജനേന്ദ്രിയങ്ങളെ കാണിക്കുമ്പോഴേ മക്കളില്ലാത്ത എല്ലാവരെയും കണ്ണീര് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനേന്ദ്രിയത്തിൻ്റെ സൗഖ്യങ്ങളെക്കുറിച്ച് കർത്താവ് നീ പറയുമ്പോഴേ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പുരുഷനായാലും സ്ത്രീക്കായാലും കർത്താവെ, അണ്ടോൽപാദം നടക്കാത്തവരെ, കർത്താവ് ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, കർത്താവെ PCOD ഉള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത് കർത്താവെ, അണ്ടോൽപാദം നടക്കാത്തവരെ, മക്കളില്ലാത്തവരെ, ജനേന്ദ്രിയങ്ങൾക്ക് തകരാറുള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ നിമിഷങ്ങളെല്ലാം തിരിച്ചറിയണം. വലിയ അഭിഷേകത്തിൻ്റെ സമയമാണ്. ആർക്കും എന്ത് സംഭവിക്കാവുന്ന സമയമാണ്. എപ്പോഴും സംഭവിച്ചത് കർത്താവ് ഒരു നോട്ട നമുക്ക് തരണം. ഇപ്പം എന്താ കണ്ടത്? ഒരു പൊട്ടിപ്പോയ വലത് വൃഷ്ണം, അതിൽ നിന്ന് ബീജങ്ങൾ കത്തി പോകുന്നതാണ് മെസ്സേജ്. പക്ഷേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? ഈ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവരും അടിവയറ്റി വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേ ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ, ഇപ്പോൾ കരളിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മെസ്സേജ് വരുമ്പോൾ, എൻ്റെ മക്കൾ അപ്പോഴൊക്കെ അത് ആ കൃപയുടെ ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്തിൽ അനേക സൗഖ്യങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ എല്ലാം നെഞ്ചത്ത് കഴിച്ച് വിശ്വാസ പ്രമാണം അറിയാവുന്നവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവർ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് പറഞ്ഞ്, യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റുപറയുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കർത്താവ് ഉടമ്പടി പ്രകാരം തൻ്റെ വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു. സാർ ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ വരണത് അമ്മയാണ് വരുന്നത്. ഉടമ്പടി മരിയൻ ഉടമ്പടി ആയത് കാരണം അമ്മ സാന്നിധ്യമാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത്. സഞ്ചാരി മാതാവ് കോടതി വന്ന്, സ്ഥലവടക്ക സ്ഥലത്ത് വന്ന്, പോലീസ് സ്റ്റേഷനിൽ വന്നൊക്കെ ആൾക്കാർ പറയണില്ലേ, വീട്ടിൽ വന്നെന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ്. ഉടമ്പടിയിലുള്ളതാണത്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു എന്നിട്ട് എന്താ പറയണത്? അതെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണത്? ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ സഞ്ചാരി മാതാവിനെ നമുക്ക് കാണാൻ പറ്റും, ദർശനത്തിലായാലും സ്വപ്നത്തിലായാലും നേരെയാണെങ്കിൽ കാണാൻ പറ്റും. അത് എത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നു. പക്ഷേ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ദൈവത്തെ, നമുക്ക് അമ്മ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോ ചെയ്തതെന്ന് ഇവിടെ പ്രസരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകണത്? രണ്ട് കാര്യത്തിലാണ് മനസ്സിലാകണത്. ഒന്ന്, ശക്തി തോന്നും നമുക്ക്. ബലഹീനമായ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 കോടിയുടെ കടമുണ്ട്, അല്ലെങ്കിൽ 15 ലക്ഷത്തിൻ്റെ കടമുണ്ട്, കടക്കാരെല്ലാം വിളിക്കണമെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ്. യു ആർ ലിവിങ് ആൻഡ് ഫേസിങ് ആസ് ഇഫ് യു ഹാവ് നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നു. കൈ ഇടിച്ച് കിടത്ത ആരും സ്വലിയ പ്രാർത്ഥിച്ച് നെഞ്ചത്ത് കൈവച്ച്, അമ്മേ, എന്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തണമേ. ഉടമ്പടിയിലൂടെ ഞങ്ങളെ സന്ധിക്കുന്ന അവരുടെ വലിയ കാരണത്തെ ഞങ്ങൾ നന്ദി പറഞ്ഞു വാഴ്ത്തുന്നു. നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.